നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നത്ര തോന്നി ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 36-ാം പദ്യം. വ്യക്തമായ ഭഗവത് ലീലകൾ ആശ്ചര്യമയങ്ങളാണെന്ന് നാം കണ്ടുവല്ലോ. ഭഗവാന്റെ യാഥാർത്ഥ്യം പൂർണ്ണമായും കണ്ടെത്തുക എളുപ്പമല്ല. അന്വേഷിക്കുന്നവർക്ക് ആശ്ചര്യകരമാം വണ്ണം ആ സത്യസ്വരൂപൻ്റെ ചില അംശങ്ങൾ തെളിയുന്നു. അവർ അപ്പോഴപ്പോൾ അത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ പൂർണ്ണ യാഥാർത്ഥ്യം ഭഗവാന് മാത്രമേ അറിയൂ. ഈ വസ്തുരഹസ്യമാണ് ആചാര്യൻ 36-ാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരിനാരായണായ നമഃ. ഛന്നത്വമാർന്ന, ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന കനൽ പോലെ, തേജോമയമായ തീക്കട്ട പോലെ ഉലകിൽ നിറച്ച് ഈ ലോകത്ത് സർവത്ര വ്യാപിച്ച് ചിന്നുന്ന സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിൻ മഹിമ, ഈശ്വര മഹത്വം ആർക്കും തിരിക്കരുത്, ആർക്കും പൂർണ്ണമായി കണ്ടെത്താൻ സാധ്യമല്ല. മാമുനികൾ സത്യം കണ്ടതായി പ്രഖ്യാപിക്കുന്ന തപസ്വികളാകട്ടെ അന്നു കണ്ടതിനെ അതാതുകാലത്ത് അവരവർക്ക് വെളിപ്പെട്ടിടത്തോളമുള്ള സത്യസ്വരൂപത്തെ വാഴ്ത്തുന്നു, പാടിപ്പുകഴ്ത്തുന്നു എന്നത്രേ തോന്നി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന തേജോമയമായ തീക്കട്ട പോലെ ഈ ലോകത്ത് സർവത്ര വ്യാപിച്ച് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര മഹത്വം ആർക്കും പൂർണ്ണമായി കണ്ടെത്താൻ സാധ്യമല്ല. സത്യം കണ്ടതായി പ്രഖ്യാപിക്കുന്ന തപസ്വികളാകട്ടെ അതാതുകാലത്ത് അവരവർക്ക് വെളിപ്പെട്ടിടത്തോളം സത്യസ്വരൂപത്തെ പാടിപ്പുകഴ്ത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിനാരായണന് നമസ്കാരം. മൂടിക്കിടക്കുന്ന കനൽ പോലെയാണ് ഈശ്വരൻ. തീക്കട്ട തേജോമയവും ശക്തിമത്തുമാണ്. പക്ഷേ ചാരം കൊണ്ട് മൂടിപ്പോയാൽ അതുള്ളതായി പോലും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ സത്യസ്വരൂപനായ ഈശ്വരൻ സദാ സ്വയം പ്രകാശിക്കുന്നവനും ആനന്ദനിധിയുമാണ്. എന്നാൽ മായയുടെ ആവരണ വിക്ഷേപങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈശ്വരനുണ്ടെന്നു പോലും പലർക്കും ധരിക്കാൻ കഴിയുന്നില്ല. ജഗതീശ്വര ശക്തിയായ മായ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്യുന്നത് ജഗതീശ്വര ശക്തിയായ മായ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്യുന്നത് ജഗതീശ്വര സ്വരൂപത്തെ മറയ്ക്കുകയാണ്. ഭഗവാൻ ഗീത 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യയം. ഗീത 7-ാം അധ്യായം 25-ാം ശ്ലോകം. യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. അതിനാൽ ഞാൻ ജനിക്കാത്തവനും മരിക്കാത്തവനുമാണെന്ന് മൂഢരായ ജനങ്ങൾ അറിയുന്നില്ല.
മായ മൂടിയിരിക്കുന്നത് നിമിത്തം ഭഗവാന്റെ സമ്പൂർണ്ണ മഹിമ ആർക്കും വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. മാറി നിന്നുള്ള സത്യദർശനങ്ങൾ. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. മായയാണ് രണ്ടിൻ്റെ തോന്നൽ ഉളവാക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ തോന്നൽ ഉള്ളിടത്തോളം മായയുടെ മറ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ മാറി നിന്നുകൊണ്ടുള്ള എല്ലാ സത്യദർശനങ്ങളും സത്യവിവരണങ്ങളും അപൂർണമായിരിക്കാനേ പറ്റൂ. പൂർണ്ണമായി സത്യം കാണുന്നയാൾ സ്വയം അതുതന്നെയായിത്തീരുന്നു. ആ സ്ഥിതിയിൽ മാറി നിന്നുകൊണ്ടുള്ള ദർശനമോ വിവരണമോ സാധ്യമല്ല. അപ്പോൾ ഇന്നുവരെ സത്യത്തെക്കുറിച്ച് മാറി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ദർശനങ്ങളും വിവരണങ്ങളും അപൂർണങ്ങൾ തന്നെ. എന്നുവെച്ച് അവ വിലയില്ലാത്തവയല്ല. പൂർണ്ണ ദർശനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവ വിലപ്പെട്ടവയാണ്. ഈ സത്യ അനുഭവ രഹസ്യമാണ് ആചാര്യൻ അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജഗദീശ്വരൻ സർവവ്യാപിയാണെങ്കിലും ചാരം കൊണ്ട് പൊതിഞ്ഞ തീക്കനൽ പോലെ മായ കൊണ്ട് മറഞ്ഞിരിക്കുകയാണെന്ന് കണ്ടുവല്ലോ. സർവവ്യാപിയായതുകൊണ്ട് തന്നെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് സിദ്ധം. ഉള്ളിലിരിക്കവേ തന്നെ സർവത്ര വ്യാപിച്ചുമിരിക്കുന്നു. ഈ സത്യസ്ഥിതി രഹസ്യം വിവരിക്കുകയാണ് ആചാര്യൻ അടുത്ത 37-ാം പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ